ഈ വർഷത്തെ സുഹൃതം ഭാഗവത പുരസ്കാരം മാതാ അമൃതാനന്ദമയി മഠം രാജ്യാന്തര ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിക്ക് സമ്മാനിച്ചു. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുരസ്കാര സമർപ്പണം നടത്തി. ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള അനന്തശക്തിയെ ഉണർത്തിയാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് സുഹൃതം ഭാഗവത യജ്ഞസമിതിയുടെ പുരസ്കാരം മാതാ അമൃതാനന്ദമയി മഠം രാജ്യാന്തര ജനറൽ സെക്രട്ടറി കൂടിയായ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിക്ക് സമ്മാനിച്ചത്. വേദിയിലെത്തിയ സ്വാമിജിയെ സംഘാടകർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തലമുറകളെ മാറ്റാൻ ആധ്യാത്മിക സദസ്സുകളിൽ കുട്ടികളുടെ പ്രാതിനിധ്യം കൂടേണ്ടത് അനിവാര്യമാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. നിശബ്ദതയിലും സംഗീതമുണ്ട്, നിശ്ചലതയിലും നൃത്തമുണ്ട്, വൈകിപ്പത്തിലും സൗന്ദര്യമുണ്ട്, ദുഃഖത്തിന്റെ തീച്ചുളയിലും ആനന്ദത്തിന്റെ കുളിർമയുണ്ട്. സ്നേഹം എല്ലാറ്റിനെയും അത്യന്തം മനോഹരമാക്കുന്നു. ക്ഷേത്രം എന്നത് എല്ലാ നന്മകളുടെയും സംഗമ ഭൂമിയാണെന്നും ഒരാളിൽ ഊർജം നിറച്ച് ഗുണപരമായ മാറ്റങ്ങൾക്ക് ക്ഷേത്ര ദർശനം സഹായിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. നല്ല ചിന്ത, പ്യൂരിറ്റി ഓഫ് തോട്ട് എന്ന് നമ്മൾ പറയുന്നത്, നല്ല ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ മാറും, നമ്മുടെ കുടുംബം മാറും, നമ്മുടെ രാജ്യം മാറും. പ്രസിഡന്റ് കലാം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ മാറണം, പിന്നെ കുടുംബം മാറണം, പിന്നെയാണ് നേഷൻ. നമ്മുടെ ഉള്ളിൽ മാറ്റം വരണം. നമ്മുടെ മാതാപിതാ ഗുരു ദൈവമാണ്. ദൈവം 4ആണ്. വേണുഗോപാൽ സി ഗോവിന്ദ് അധ്യക്ഷനും ജസ്റ്റിസ് എം രാമചന്ദ്രൻ, ജസ്റ്റിസ് ആർ ഭാസ്കരൻ, ഡോക്ടർ വി പി ഗംഗാധരൻ തുടങ്ങിയവർ അംഗങ്ങളുമായ സമിതിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി.